പലയിടത്തും മോക്ക് പോളിൽ തകരാറുകൾ കണ്ടെത്തുന്ന പരിഹരിക്കുന്നുണ്ട്. നേരത്തെ കുമ്പളങ്ങിയിലെ പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരവുമുണ്ട്. ഇന്നിപ്പോൾ നികേഷ് കുമാർ, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വിവിപാറ്റിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി സുപ്രധാനമായ വിധി വരാനിരിക്കുന്നു. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവിപാറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തായാലും അങ്ങനെ ഒരു ഹർജിയുണ്ട്. അക്കാര്യത്തിലൊരു ആശങ്കയുണ്ട് എന്നുള്ളതാണല്ലോ ആ ഹർജിയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത്. ആ നിലയിൽ ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് അത് പരിശോധിക്കുമ്പോൾ ചില കമൻറ്റുകൾ നടത്തിയിരുന്നു, ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അന്തിമമായി സുപ്രീം കോടതി ഇന്നാണ് വിധിക്കുക വിവിപാറ്റ് വോട്ട് എണ്ണേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കാരണം നേരത്തെ വിവിപാറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എണ്ണണം എന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും പക്ഷെ അത് നടപ്പായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പളനിവേൽ തങ്കരാജ്, എന്താ നമ്മുടെ തമിഴ്നാട് മന്ത്രിയുടെ പേരെന്താ, പളനിവേൽ ത്യാഗരാജൊക്കെ പറഞ്ഞിട്ടുള്ളത് വിവിപാറ്റിൻ്റെ വോട്ടുകൾ എണ്ണാൻ തയ്യാറാകാത്തത് ടാലി ശരിയാകാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. ആകെ വോട്ടുകളുടെ ടാലിയുമായി വിവിപാറ്റിൻ്റെ വോട്ടിൻ്റെ ടാലി ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത്തരം ആരോപണങ്ങളാണ് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വിശ്വാസ്യത കുറവുണ്ട് എങ്കിൽ സുപ്രീം കോടതി ആ കൺസേൺ, ആ ആശങ്ക അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ വിധിന്യായം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. അതായത് പോളിംഗ് ദിവസം ആദ്യ വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആദ്യ വോട്ടുകളുടെ ഒപ്പം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ വിധിയും വരുന്നത്. ശരി, കായംകുളം MSM കോളേജിലെ 67 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലെന്ന വാർത്തയുണ്ട്. ഈ തകരാറുകൾ അപ്പം പരിഹരിച്ചു പോകുന്നുമുണ്ട്. എന്തായാലും കുമ്പളങ്ങിയിൽ പരിഹരിച്ചു, നമ്മുടെ ബ്രേക്കിങ്ങിൽ ആ പരിഹരിച്ച കാര്യം കൂടി നൽകണമെന്ന് ഞാൻ പറയുകയാണ്. നമുക്കിനി ചൂടുള്ള ഒരു മണ്ഡലത്തിലേക്ക് പോകാം, ആലത്തൂരിലേക്ക്. അവിടെ ദീപക് മലയമ്മ തയ്യാറാണ്. ദീപക്, ഇപ്പോൾ പാലക്കാട് ചൂട് 41 ഡിഗ്രി സെൽഷ്യസ് ആവും എന്നുള്ളതാണ് ഇന്നത്തെ മുന്നറിയിപ്പ്. ആലത്തൂരിലെ ചൂട് എങ്ങനെയാണ്? രാവിലെ തന്നെ ഈ നീണ്ട നിര രാവിലെ കാണുന്നുണ്ടോ? വേഗം വോട്ട് ചെയ്ത് പോവുക എന്നൊരു രീതിയിലേക്ക് സാധാരണഗതിയിൽ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ എത്താറുണ്ട്. ചൂടിൻ്റെ സാഹചര്യം കൂടിയുള്ളല്ലോ. സ്മൃതി, അങ്ങനെ തന്നെയാണ്. ചൂട് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂടും ആ അർത്ഥത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ്. ഏതാണ്ട് 6 കൂടി തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലെ 65-ാം പോളിംഗ് ബൂത്തിലാണ്. ഇവിടെയാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ക്യൂവിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ പെട്ടെന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത്, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ചൂടിൻ്റെ കാഠിന്യം അത് അത്രത്തോളം കൂടുതലാണ്. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തടഞ്ഞു. ചൂടാണോ പ്രധാനപ്പെട്ട കാര്യം? ഇത്ര നേരത്തെ തെരഞ്ഞെടുപ്പ് ചൂടാണോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്? രണ്ടും ഉണ്ട്. എന്താ നേരത്തെ എല്ലാ തവണ ഇങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്യാറ്? എല്ലാ പ്രാവശ്യം നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്യാറുണ്ട്. ചേട്ടാ, ഇത്തവണ എന്താ ആദ്യം തന്നെ കയറി പിടിക്കാനുള്ള കാര്യം എന്താ? നേരത്തെ വന്നാൽ ആദ്യം കഴിഞ്ഞല്ലോ. വെള്ളിയാഴ്ച പള്ളിയാണ്, അപ്പോൾ അതിനും പോകണം, ഇതും കഴിയാം. ചേട്ടനും ഈ തെരഞ്ഞെടുപ്പ് ചൂടാണോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ ചൂടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? കാലത്ത് നേരത്തെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്ക് പോകല്ലോ. എന്താ ഇത്തവണ വലിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്? വലിയ പോരാട്ടത്തിന് നടക്കുന്നത്. ഇപ്പം തന്നെ വേർത്ത് വിളിച്ച് നടന്നിട്ട് വന്നതാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകാമല്ലോ, അതിന് വേറെ മറ്റു കാര്യങ്ങൾ കുളിക്കുക. അത് ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫസ്റ്റ്. ഓക്കെ, കന്നി വോട്ടറാണോ? അല്ല, നാലാമത്തെ തവണ. എന്താ ഈ രാവിലെ ഇത്രയും നേരത്തെ വന്ന് ക്യൂ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട? രാവിലെ മെയിൻ വെള്ളിയാഴ്ച ജുമയ്ക്ക് മിസ്സാവും. പിന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ചൂട് കൂടും. നേരത്തെ കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മുടെ കടമ ആദ്യഘട്ടത്തിൽ തന്നെ തീർക്കാം. അതെ, അതിൻ്റെ തീർക്കണം. ഇത്തരത്തിലാണ് വോട്ടേഴ്സിൻ്റെ ഒരു പ്രതികരണം നമുക്ക് കേട്ടാൽ മനസ്സിലാകും. ഒന്ന് ചൂടുണ്ട്, രണ്ടാമത്തത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാനുണ്ട്. ചില സ്ത്രീ വോട്ടർമാർ കൂടിയുണ്ട്. എല്ലാ തവണയും ഈ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാറുണ്ട്. നേരത്തെ വരാറുണ്ട് എല്ലാ പ്രാവശ്യം. ഇത്തവണ എങ്ങനെയുണ്ട്? ചൂടുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്, തെരഞ്ഞെടുപ്പിൽ നല്ല ചൂടുണ്ടെന്നാ പറയുന്നത്. ചൂടുണ്ട്, രണ്ടും ചൂടുണ്ട്. കന്നി വോട്ടറാണോ അല്ലെങ്കിൽ നേരത്തെ വോട്ട് ചെയ്തിട്ടില്ല? എന്താ ഈ തുടക്കത്തിൽ ഇപ്പം 7 മണിക്ക് ഞാൻ കണ്ടു 6:00 കൂടി തന്നെ നിങ്ങളൊക്കെ സ്ത്രീകൾ വോട്ടർമാർ ഇവിടെ? ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്, അപ്പോൾ അവരെ കൊണ്ട് വെയിലത്ത് വരാനും പറ്റില്ല. അപ്പോൾ ഇതാണ് നല്ലതെന്ന് തോന്നി തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയതായിരിക്കും. എന്നാൽ ഈ രാവിലെ തന്നെ എത്താനുള്ള കാര്യം? അതെ, നേരത്തെ ചൂടിൻ്റെ കാഠിന്യം ആലോചിച്ചിട്ട് വന്നതാണ്. തെരഞ്ഞെടുപ്പ് ചൂട് അർത്ഥത്തിൽ തന്നെ ഉണ്ടോ? ഉണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് മോക്ക് പോളിംഗ് രാവിലെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ ചൂടൊന്നും വകവെക്കാതെ വോട്ടിങ്ങിനെത്തും, വോട്ടെടുപ്പിനെത്തും എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ആളുകളുടെയൊക്കെ മനസ്സിൽ, ആളുകളുടെയൊക്കെ മുഖത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? ഒരു നിശ്ചയദാർഢ്യമുണ്ട്.